മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തൃശൂർ മണ്ഡലത്തിൽ നടക്കുന്നത് ഒരു ഒന്നൊന്നര മത്സരം തന്നെയാണ്. സാക്ഷാൽ സുരേഷ് ഗോപി തന്നെയാണ് കളം നിറഞ്ഞുകൊണ്ട് തൃശൂർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇതേ മണ്ഡലത്തില് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് 40,000-ത്തിലധികം വോട്ട് പിടിച്ചിട്ടുള്ള ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ. വളരെ വലിയ രീതിയിൽ തീപ്പാറുന്ന മത്സരമാണ് ഈ തൃശ്ശൂരിൽ നടക്കുന്നത്. ത്രികോണ മത്സരമാണ് നടക്കുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എന്താണ് പറയുന്നത് എന്നൊന്ന് കേൾക്കാം. അതിനുശേഷം ആ മണ്ഡലത്തിലെ കണക്കുകളെടുത്ത് ആര് വിജയിക്കുമെന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ വന്നപ്പോഴൊക്കെ എന്താണ് വിജയസാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പത്മ ചേച്ചി മത്സരിക്കാനാണ് വന്നിട്ടുള്ളത്. ഇത്തവണ ഒരു ഉറപ്പ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഫലവത്താക്കണം. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും. അല്ല, അങ്ങനെ ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ജയിക്കാൻ, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ ജയിച്ചത്. അല്ല, കഴിഞ്ഞ തവണ സുരേഷേട്ടൻ വന്നപ്പോഴാണ് അവർ തോറ്റത്. ഇത്തവണ സുരേഷേട്ടനോട് അവർ ജയിക്കുമോ? ഞാനും തോറ്റില്ലേ? അല്ല, അത് തോറ്റു. ഞാനും തോറ്റില്ലേ? അപ്പൊ അതിലൊന്നും കഴിഞ്ഞ തവണ അതിന് മുന്നലത്തെ തവണ എന്നൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യം വിലയിരുത്തി ജനങ്ങൾക്കൊരു സഞ്ചയ നീക്കമുണ്ട്. അവരുടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് പൊളിറ്റിക്സിന് അതീതമായിട്ട് ജനങ്ങൾ വോട്ടേഴ്സ് ചില നിശ്ചയങ്ങളിൽ എത്തുന്നുണ്ട്. അതാണ് ഇവിടെ അട്ടിമറി വിജയമായി ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഒരുപക്ഷെ നരേന്ദ്രമോദി നയിക്കുന്ന NDA സഖ്യത്തിന് ഇവിടെ ബലമാകാൻ പോകുന്നത് അത് തന്നെയാണ്. നിങ്ങൾ കേട്ടില്ലേ? സുരേഷ് ഗോപി തറപ്പിച്ചു പറയുന്നു തൃശൂർ ഇത്തവണ BJP MLA വിജയിക്കുമെന്നുള്ളത്. മറ്റൊരു കാര്യം ഞാനങ്ങ് തുറന്നു പറയാം. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഒരിക്കലും ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തുറന്നങ്ങ് സമ്മതിക്കില്ല. അത് അവരുടെ ഒരു അജണ്ടയാണ്. ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറഞ്ഞാൽ വിജയസാധ്യത കണക്കിലെടുത്ത് കുറച്ച് ആളുകളുടെ വോട്ട് അധികം കിട്ടിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എത്ര മനസ്സിലായാലും ഒരിക്കലും ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും മിണ്ടാതെ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവുമെന്നൊരു സൂചന വന്നത് മുതൽ നമ്മുടെ കേരളത്തിലെ മീഡിയ വണ് മൗദൂദി ചാനല് അടുപ്പും കൂട്ടി നൂറുകണക്കിന് വീഡിയോകള് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ കള്ളക്കഥകൾ പോലും വെച്ച് കെട്ടിക്കൊണ്ട് പോലും അവര് നിരന്തരം ചർച്ച ചെയ്തു. ആ സമയത്തൊക്കെ നമ്മൾ നിരന്തരം രംഗത്ത് വന്ന് നമ്മളും ഒരുപാട് വീഡിയോ ഈ പറയുന്ന മൗദൂദികളെ പ്രതിരോധിച്ചുകൊണ്ട് ചെയ്തിരുന്നു. നമ്മൾ അന്ന് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിരുന്നു തൃശ്ശൂര് സുരേഷ് ഗോപി തൂക്കും എന്നുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയുന്നു ഇത്തവണ പത്മജ വേണുഗോപാല് തൃശൂർ നിയോജക മണ്ഡലത്തിന്റെ MLA ആയിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കമുണ്ട്. അത് റിസൾട്ട് വരുമ്പോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒന്നൊന്ന് സമ്മതിച്ചു തന്നാൽ മാത്രം മതി. ഇതൊന്നും വെറുതെ പറയല്ല. നമുക്ക് അവിടെയുള്ള കണക്കുകളൊന്ന് പരിശോധിക്കാം. 2021 മത്സരം എങ്ങനെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, അവിടുത്തെ ജനത എങ്ങനെയാണ് വിധി എഴുതിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2021 മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് സാക്ഷാൽ സുരേഷ് ഗോപി തന്നെയാ. മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത്, BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 40,457 വോട്ടാ. അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് പത്മജ വേണുഗോപാൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി. അവർക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് 43,317 വോട്ട്. അവിടെ CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള വിജയിച്ചിട്ടുള്ള MLAക്ക് 2021 കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 44,263. അവിടുത്തെ ഭൂരിപക്ഷം, വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വെറും 946 വോട്ട് മാത്ര. മൂന്നാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയും
വിജയിച്ചിട്ടുള്ള ഒന്നാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, വോട്ടിന്റെ കണക്ക് എന്ന് പറയുന്നത് 3806 മാത്ര. അതായത് തൃശൂർ നിയോജക മണ്ഡലത്തിൽ ശക്തമായൊരു ത്രികോണ മത്സരമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. മറ്റൊരു കണക്കും കൂടി മുന്നോട്ട് വെക്കാം. അത് കേൾക്കുമ്പോ തൃശൂരിലെ ജനത എന്താണ് തീരുമാനിച്ചത് എന്ന് മലയാളികൾ ഒന്നടങ്കം അങ്ങ് മനസ്സിലാക്കും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് ഒന്ന് പരിശോധിക്കണോ? അവിടെ തൃശൂർ നിയോജക മണ്ഡലത്തില് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, ആദ്യമേ പറയാണ്, 2021 അദ്ദേഹം മത്സരിച്ച സമയത്ത് 3ാം സ്ഥാനത്തേക്ക് തൃശൂരിലെ ജനത തള്ളിയിട്ടുണ്ടായിരുന്നു. 3ാം സ്ഥാനത്തേക്ക് എത്തിയ സുരേഷ് ഗോപിയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതേ തൃശൂരിലെ ജനത 14,000-ലധികം, അതായത് 14,117 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങ് കൊടുത്തതാ. സുരേഷ് ഗോപി എന്താണ് എന്ന് തൃശൂർ ജനത തിരിച്ചറിഞ്ഞു. BJP എന്താണ് എന്ന് തൃശൂർ ജനത തിരിച്ചറിഞ്ഞു. നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത് തൃശൂർ ജനത തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് 2021 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സുരേഷ് ഗോപിയെ 2024 ആകുമ്പോ തൃശൂരിലെ ജനത 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തു. MP സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഇതാണ് രാഷ്ട്രീയം. ജനത കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് വലിയ രീതിയിൽ പ്രബുദ്ധരാണ്, വലിയ രീതിയിൽ വിവേകമുള്ളവരാണ്, വലിയ രീതിയിൽ വിവരമുള്ളവരാണ്. കൃത്യമായിട്ട് ആര് ജനതക്കൊപ്പം നിൽക്കുന്നു അവർക്കൊപ്പമേ വരുന്ന കാലത്ത് മലയാളികൾ നിൽക്കൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അത്തരത്തിൽ കണക്ക് നോക്കുമ്പോ ഇത്തവണ തൃശ്ശൂരിൽ വിജയിച്ചു വരിക BJP സ്ഥാനാർത്ഥിയാ. ഒരു തർക്കവും വേണ്ട. ഇതൊക്കെ പറയുമ്പോഴേക്ക് സുരേഷ് ഗോപി സിനിമാ നടനായിട്ടാണ് വിജയിച്ചത് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയും. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് സമാധാനിച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങ് എടുത്ത് മുന്നോട്ട് വെക്കാം. അദ്ദേഹം ഏതെങ്കിലും സിനിമാ പോസ്റ്റർ വെച്ചല്ല അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദിയെ ഉയർത്തിപ്പിടിച്ച്, കേന്ദ്ര സർക്കാർ വികസനങ്ങൾ ഉയർത്തിപ്പിടിച്ച് താമര ചിഹ്നത്തിലാണ് സുരേഷ് ഗോപി അവിടെ മത്സരിച്ച് MP ആയിട്ടുള്ളത്. താമര ചിഹ്നത്തില്. ആ താമര ചിഹ്നത്തിനാണ് തൃശ്ശൂരിലെ നിയോജക മണ്ഡലത്തിലെ ജനതയും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ജനതക്ക് ആ ചിഹ്നമൊന്നും മാറാതെ പത്മജ വേണുഗോപാലനും വോട്ട് ചെയ്യാനൊക്കെ അറിയുമെന്നുള്ളത് വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ കേരള ജനത ഒന്നടങ്കം അങ്ങ് തിരിച്ചറിയും. ഏതായാലും ആ സമയത്തെങ്കിലും നമ്മുടെ മാപ്രകളൊന്ന് ഈ ഒരു വിജയത്തെ അങ്ങ് അംഗീകരിച്ചു തന്നാൽ മാത്രം മതി.